വന്ദേ ഭാരത് എക്സ്പ്രസിനെ കുറിച്ചാണ് എപ്പോഴും സംസാരിക്കുന്നത്. എന്നാൽ വന്ദേ ഭാരതിന് മുൻപ് ഇന്ത്യൻ റെയിൽവേയിലെ അതിവേഗത്തിന്റെയും ആഡംബരത്തിന്റെയും പര്യായം മറ്റൊന്നായിരുന്നു ശതാബ്ദി എക്സ്പ്രസ്. 1988 തുടങ്ങിയ ഈ ട്രെയിൻ സർവീസ് ഇന്ത്യൻ റെയിൽവേയുടെ ബിസിനസ് മോഡലിനെ തന്നെ മാറ്റിമറിച്ച ഒന്നാണ്. വിമാനങ്ങളോട് മത്സരിക്കാൻ റെയിൽവേ ഇറക്കിയ ആദ്യത്തെ പ്രീമിയം വെപ്പൺ ആയിരുന്നു ശതാബ്ദി. എന്താണ് ശതാബ്ദിയുടെ ചരിത്രം? വന്ദേ ഭാരത് വന്നതോടെ ശതാബ്ദിയുടെ കാലം കഴിഞ്ഞു. നമുക്ക് നോക്കാം. ശതാബ്ദി എന്നാൽ സംസ്കൃതത്തിൽ നൂറ്റാണ്ട് എന്നാണ് അർത്ഥം. 1988 ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 100ാം ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് ഈ ട്രെയിൻ തുടങ്ങിയത്. അന്നത്തെ റെയിൽവേ മന്ത്രിയായിരുന്ന മാധവറാവു സിന്ധ്യയാണ് ഈ ആശയം കൊണ്ടുവന്നത്. ഡൽഹിക്കും ഗ്വാളിയോറിനും ഇടയിലായിരുന്നു ആദ്യത്തെ സർവീസ്. അന്ന് 140 കിലോമീറ്റർ വേഗതയിൽ പാഞ്ഞ ശതാബ്ദി ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിൻ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയിരുന്നു. മറ്റ് ലോങ് ഡിസ്റ്റൻസ് ട്രെയിനുകളിൽ നിന്ന് ശതാബ്ദിയെ വ്യത്യസ്തമാക്കുന്നത് ഇതിന്റെ ഡേ ട്രാവൽ സ്ട്രാറ്റജിയാണ്. ഈ ട്രെയിനിൽ സ്ലീപ്പർ ബർത്തുകളില്ല, പകരം ചെയർ കാറുകൾ മാത്രമാണുള്ളത്. രാവിലെ പുറപ്പെട്ട് വൈകുന്നേരത്തിനുള്ളിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയും അന്ന് തന്നെ തിരിച്ചു വരികയും ചെയ്യുന്ന രീതിയിലാണ് ഇതിന്റെ ടൈം ടേബിൾ. ഇത് പ്രധാനമായും ബിസിനസ് യാത്രക്കാരെയും വിനോദസഞ്ചാരികളെയുമാണ് ലക്ഷ്യം വെക്കുന്നത്. ഭക്ഷണവും വെള്ളവും ടിക്കറ്റ് നിരക്കിൽ തന്നെ ഉൾപ്പെടുത്തിയ ആദ്യത്തെ ട്രെയിനുകളിൽ ഒന്നുകൂടിയാണിത്. നിലവിൽ ഡൽഹി റാണി കമലാപതി ശതാബ്ദി മണിക്കൂറിൽ 150 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നു. ആധുനികമായ LHB കോച്ചുകൾ 180 കിലോമീറ്റർ വേഗതയിൽ വരെ സഞ്ചരിക്കാൻ ശേഷിയുള്ള WAP5, WAP7 ലോക്കോമോട്ടീവുകൾ എന്നിവയാണ് ശതാബ്ദിയുടെ കരുത്ത്. എക്സിക്യൂട്ടീവ് ക്ലാസ്, വിസ്റ്റാഡോം കോച്ചുകൾ, അനുഭൂതി ക്ലാസ് തുടങ്ങിയ പ്രീമിയം സൗകര്യങ്ങൾ ഇതിൽ ലഭ്യമാണ്. റെയിൽവേക്ക് വലിയ ലാഭം നൽകുന്ന ഒരു വിഭാഗമാണ് ശതാബ്ദി. ഇതിൽ ഉപയോഗിക്കുന്നത് ഡൈനാമിക് പ്രൈസിംഗ് അഥവാ ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് ടിക്കറ്റ് നിരക്ക് മാറുന്ന രീതിയാണ്. സാധാരണ ട്രെയിനുകളിലേക്ക് ഉയർന്ന നിരക്കാണെങ്കിലും സമയം ലാഭിക്കാൻ ആഗ്രഹിക്കുന്ന യാത്രക്കാർ ശതാബ്ദി തന്നെ തിരഞ്ഞെടുക്കുന്നു. നിലവിൽ ഇന്ത്യയിൽ 22 ജോഡി ശതാബ്ദി ട്രെയിനുകൾ സർവീസ് നടത്തുന്നുണ്ട്. പലരും ചോദിക്കുന്ന ചോദ്യമാണ് വന്ദേ ഭാരത് വന്നതോടെ ശതാബ്ദിയുടെ കാലം കഴിഞ്ഞോ എന്ന്. സത്യത്തിൽ വന്ദേ ഭാരത് എന്നത് ശതാബ്ദിയുടെ പിൻഗാമിയായാണ് റെയിൽവേ കാണുന്നത്. പല ശതാബ്ദി റൂട്ടുകളിലും ഇപ്പോൾ വന്ദേ ഭാരത് സർവീസ് നടത്തുന്നുണ്ട്. കൂടുതൽ വേഗതയുള്ള, കൂടുതൽ സൗകര്യമുള്ള ട്രെയിൻ സെറ്റുകളിലേക്ക് ശതാബ്ദി റൂട്ടുകൾ ഘട്ടം ഘട്ടമായി മാറുകയാണ്. എങ്കിലും ദശകങ്ങളോളം ഇന്ത്യൻ റെയിൽവേയുടെ പ്രീമിയം മുഖമായി ശതാബ്ദി നിലകൊണ്ടു. നിങ്ങൾ ശതാബ്ദി എക്സ്പ്രസിൽ യാത്ര ചെയ്തിട്ടുണ്ടോ? ശതാബ്ദിയാണോ വന്ദേ ഭാരത് ആണോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? താഴെ കമന്റ് ചെയ്യുക. ഇന്ത്യൻ റെയിൽവേയിലെ മാറ്റങ്ങളെക്കുറിച്ചും ബിസിനസ് വാർത്തകളെക്കുറിച്ചും അറിയാൻ മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.